വി.ടി. ബൽറാം സ്പീക്കറായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയാകുമെന്ന സൂചന. മന്ത്രിസ്ഥാനം വേണമെന്ന് തിരുവഞ്ചൂർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, അവസാന നിമിഷങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ്. തിരുവഞ്ചൂരിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണോ ഇപ്പോഴത്തെ പുതിയ തീരുമാനം? വി.ടി. ബൽറാം സ്പീക്കറായേക്കുമെന്നാണോ സൂചന? ഏത് സ്ഥാനം കിട്ടിയാലും പാർട്ടി പറയുന്നത് പോലെ പോകും എന്നാണ് നേരത്തെ തിരുവഞ്ചൂർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനുള്ളിൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. വി.ടി. ബൽറാമിനെയാണ് ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അത് ഏകദേശം ഉറപ്പിച്ചു എന്നാണ് നമുക്ക് അകത്തുനിന്ന് ഈ ഇന്ദിരാഭവനിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നേക്കും എന്നുള്ളതാണ്. അദ്ദേഹം വന്നാൽ ഏത് വകുപ്പായിരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ. നേരത്തെ ആഭ്യന്തരമടക്കം കൈകാര്യം ചെയ്ത മന്ത്രിയാണ് അദ്ദേഹം. ഇവിടെ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. വിജിലൻസും അദ്ദേഹത്തിനാണ്. റവന്യൂ അടക്കമുള്ള വകുപ്പുകളിലൊക്കെ തീരുമാനമായതാണ്. അങ്ങനെയെങ്കിൽ ഏത് വകുപ്പ് അദ്ദേഹത്തിന് നൽകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ എന്തായാലും ആ നീക്കത്തിലേക്കാണ് പോകുന്നത്. വി.ടി. ബൽറാം അദ്ദേഹം തൃത്താലയിൽ നിന്നുള്ള അംഗമാണ്. നേരത്തെ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. എം.ബി. രാജേഷാണ് അവിടെ ജയിച്ചു വന്നത്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ടത്തിൽ സ്പീക്കറായത് എം.ബി. രാജേഷാണ്. അതേ മണ്ഡലത്തിൽ ജയിച്ചു വന്ന വി.ടി. ബൽറാം ഇപ്പോൾ സ്പീക്കറാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ആ കാര്യം ഏകദേശം ധാരണയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവഞ്ചൂർ അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരും. വകുപ്പ് ഏതാണ് എന്നാണ് ഇനി അറിയേണ്ടത്. സ്വാതി. ശരി ബിനിൽ, എന്തായാലും അത്തരം സൂചനകൾ കൂടി വരുന്നു. വി.ടി. ബൽറാം സ്പീക്കർ സ്ഥാനത്തേക്ക്, തിരുവഞ്ചൂരിന് മന്ത്രിസ്ഥാനം തന്നെ ലഭിക്കും എന്നുള്ള സൂചനകളാണ് ഈ ഒരു സമയത്ത് വരുന്നത്.